ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അഷ്ഫക്സ് ക്രൈസി വ്ളോഗ്സ്. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ കിടക്കണമെന്ന് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാം. സോ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുതന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ത് കണ്ടൻറ്റാണ് ഞാൻ ഇടേണ്ടതെന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, കണ്ടൻറ്റ് ഞാൻ അതിലിടുന്നതായിരിക്കും. എൻ്റെ സിസ്റ്ററിനെ പ്രാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കണ്ടൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലും കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ബില്ലടിക്കാം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കളിച്ചിരുന്നു. സോ അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 1 കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ട് 1. സോ നിങ്ങൾക്ക് കാണാൻ ഗൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. അവിടെ 25 അവിടെ 50 അല്ലേ? പോയില്ല, ഇനി തിരിച്ചെടുക്കാൻ കഴിയൂല. 5 സെൻറ്റ് പോയി ഗൈസ്, 5 സെൻറ്റ് നഷ്ടമായി. നോക്കിയെടുക്കാത്ത ഗൈസ്. ഓക്കെ, സോ നമ്മൾ നോക്കാം. ചിലവർക്ക് എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ റേറ്റല്ല ഇടുന്ന കേസ്. ഓക്കെ, എത്ര 4.55. സോ നമുക്ക് $11. നമുക്കിങ്ങനെ സാധനം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം. വെറൈറ്റി സാധനങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം കേസ്. ഓക്കെ, അടിച്ചില്ലേ? ഓ, ക്യാഷല്ലേ? $5 തിരിച്ചു കൊടുക്കണം. എൻ്റർ. സോ അത് കഴിഞ്ഞ് അടുത്ത് ഇതാണ്. സോ ക്യാഷ് എത്ര തന്നെ? 5 ഉണ്ടല്ലേ? അപ്പം ഒന്നുമില്ല. എൻ്റർ. ഒന്നുമില്ല. ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സാധനം എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു ഓർഡർ ചെയ്തിടാം. ഇപ്പോൾ വാങ്ങാത്തത് എന്താണ്? ഈ ഒരു സാധനം വേണ്ട, ഇത് നമ്മൾ ഇല്ല. അപ്പം ഇതൊന്ന് നമുക്ക് ഓർഡർ ചെയ്യാം. സാധനം പർച്ചേസ് ഇടാം. ഓക്കെ, അടുത്ത ആൾ വരൂ ഗൈസ്. ഓക്കെ, നമ്മൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് സംഭവം. പക്ഷെ നമ്മളിതിപ്പം നമ്മൾ വെക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രൈസ് ചേഞ്ച് ആക്കുന്നതിന് മുന്നേ ചിലവർത്തമാർ ബില്ലടിച്ച് കൊണ്ടുപോകും ഗൈസ്. അങ്ങനെ കുറച്ച് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ട, ഇവിടെ വെക്കാം. കാരണം ഇനി ബോക്സ് അടിച്ചുകൊണ്ട് പോയാലോ, നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഫില്ല് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ ഷോപ്പ് അടച്ചിട്ട്. സോ എന്താ വന്ന് ഇതാണല്ലേ? ഓക്കെ, ക്യാഷാണ്. ഓക്കെ, അത്ര ചേഞ്ച് 44 കൊടുക്കണം അല്ലേ? 20, 40, 1. ഓ, സ്ഥല ഞാൻ കൊടുത്ത്. സ്ഥല 45 സെൻറ്റ് ആയിരുന്നു. ഞാൻ നേരെ 45. പക്ഷേ അത് തെറ്റി പോകുന്നുണ്ട് കേസ്. ഇങ്ങനെയാണിപ്പോൾ നമ്മൾ ഫുള്ള് കട മൊത്തം കാലിയാവും, പ്രോഫിറ്റും ഉണ്ടാവില്ല. എന്ത് കേസ്, ക്യാഷ് തെറ്റി പോകുന്നുണ്ട്. ക്യാഷാണ് അഗെയിൻ. സോ ഒന്നുമില്ല. യെസ്, ചേഞ്ച് ഒന്നുമില്ല. കറക്റ്റ് $9 തന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സാധനം ഫില്ല് ചെയ്യണം കേസ്. ആ ഒരു സാധനം നമ്മൾ വരുത്തിച്ച് ആ ഒരു സാധനം നമുക്ക് ഫിൽ ചെയ്യണം. സോ അതിനും ഇതില്ല കൊണ്ടേക്കും. സോ അതിനും ഇതൊക്കെ ഇതാക്കണം. അപ്പം ഇപ്പം നമ്മൾ അത്ര ആളില്ലാത്ത ടൈമാണ്. സോ ഇപ്പോൾ ഒന്നുണ്ട് ക്ലോസ് ചെയ്യാം. കാരണം ക്ലോസ് ചെയ്തില്ല എന്താ പറയുക, ആരെങ്കിലുമൊക്കെ കയറി ഒന്ന് സാധനം എടുക്കും.
നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്ത് നമ്മളിത് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പോകുമ്പോഴത്തേന് ആരെങ്കിലും പ്രൈസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ പ്രൈസ് അവർ സാധനം കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ വെക്കണ്ട, ഈ ഒരു റാക്ക് തന്നെ വെച്ചാൽ മതി അല്ലേ. സംഗതി ഇവിടെ ആയിട്ട് നമുക്ക് നിറയ്ക്കാം ഗൈസ്. ഇതാണ് ഈ സാധനം. ഇതെന്താന്നുള്ള അറിയത്തില്ല. ഇതാണ് ഷുഗർ പൗഡർ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതിന് എന്തോ ഒരു ജെല്ലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനത്തെ എന്തോ ഒരു ഇതാണ് ഗൈസ്. ഓക്കെ, ഏതായാലും സോ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇടാം. ഇതിനെത്ര പ്രൈസ് എന്നുള്ളത് അറിയത്തില്ല. സോ ഏകദേശം ഇപ്പോൾ ഫില്ലായി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഡെവലപ്പായി വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ റാക്ക് കാര്യങ്ങൾ ഒക്കെ അങ്ങനെ ഇതാക്കും. സോ ഇത് 83 അപ്പം നമുക്കൊരു 5.99 കൊടുക്കാം. സോ നമുക്ക് അവിടെ അത് ക്ലോസ് ഓപ്പൺ ആക്കണം. ആറ് വേണ്ടടാ, നമുക്ക് അതന്നെ മതിയാ. വേണ്ട, 6 വെക്കാം, പ്രോഫിറ്റ് വേണം. ഓക്കെ, സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. കസ്റ്റമർ മിസ്സാവും. ഓപ്പൺ നമ്മൾ സാധനം വെക്കുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണം. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും ഗൈസ്, ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ സാധനം സംഭവം നിറഞ്ഞിട്ടുണ്ട്. ആളൊന്നും വരുന്നില്ലല്ലോ. വരും ഗൈസ്, ആളിപ്പോൾ വരും. സംഭവം വന്നില്ലേ? ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ടാരെങ്കിലും ഇത്രയും ആൾക്കാർ നടക്കുന്നുണ്ട്, ഇങ്ങോട്ടാരും വരുന്നില്ല. ഓക്കെ, സോ 1 മണി 1 PM 1 PM ആയി, 2 PM ആയി. ഇതെന്താടാ ഇത്? മിനിറ്റ് സെക്കൻഡാ? ആണോ ഇത് സെക്കൻഡാണ്? ഇത് മിനിറ്റും സെക്കൻഡാണ്. നമ്മളത് ഹവറും ഇതുമാണ് കേസോ. ഓക്കെ, ആൾ വന്ന് സാധനം എടുക്കുന്ന എക്സ്പെൻസ് എന്ന് പറയരുത്. ഞാൻ ചവിട്ടി പുറത്താക്കും. എക്സ്പെൻസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ വാങ്ങി കൊണ്ടുപോകുമ്പോൾ 2 ആൾക്കാർ വന്നിട്ട് എക്സ്പെൻസാന്ന് പറയും കേസ്. അവന്മാരൊക്കെ എടുത്തിട്ടടിക്കണം കേസ്. അപ്പോൾ അടുത്ത ഓക്കെ, ഈ സാധനം കാർഡ് പേയ്മെൻറ്റ് എത്ര? 6 6 ആണ്. കേസ് അങ്ങനെ 6:42 നമുക്ക് ഓർഡർ വേണ്ട. നമുക്ക് സാധനം ഇതാക്കാം. നമുക്കിങ്ങനെ സാധനം തീരുന്നത് വരെ നമുക്കിങ്ങനെ തീരുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്ത് നമുക്ക് ഇതാക്കാം, ഫില്ലാക്കാം. ആരും വരുന്നില്ല. ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ വന്ന് നോക്കി പോവും. ഓപ്പൺ ആക്കിയ സമയത്ത് ഒറ്റ മനുഷ്യനും ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ കഥ. അങ്ങനെ നിങ്ങളിത് മറക്കണ്ട, നമ്മളെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കണ്ടൻറ്റ് നമ്മളിടണം, നാളെ എന്ത് കണ്ടൻറ്റ് ഇടണം, അതിൻ്റെ അടുത്ത് എന്തൊക്കെ ഇടണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് പ്രാങ്ക്, ചലഞ്ച്, അതായത് ഞാനും സിസ്റ്ററും ചലഞ്ച് അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക, അവളെ പ്രാങ്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതേപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേസ്. ഓക്കെ, സോ ഓക്കെ, അടുത്ത ആൾ വന്നു കേസ്. ഓക്കെ, ഞാൻ പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേസ്. ഒരു പോസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത്, അതിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഒരു പോസ്റ്റിൽ. ഓക്കെ, കണ്ടൻറ്റ്. സോ നിങ്ങൾക്ക് എനിക്ക് ആ ഒരു കണ്ടൻറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ബ്രെഡ് കാർഡാണല്ലേ, കാർഡ് ഹിയർ. എത്ര? 4.99. ഓക്കെ, ഹലാസ്. അടുത്ത ആൾ വന്നു. അങ്ങനെ തന്നെ ആള് വരട്ടെ. ആള് വരട്ടെ. അതാണ് എന്താ? പാസ്തയാണല്ലേ, മനസ്സിലായില്ല എനിക്ക്. ഇതെന്തൊക്കെ ഒരു പേരാണ്, അവിടെ ഒന്നും മനസ്സിലാവില്ലേ. ഓക്കെ, സോ ഇതെത്ര? 4
ഓക്കെ. ഓ നോ 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 നോ. 0.55. ക്ലിക്കാവ്. ബ്രദർ. ഓക്കെ. സോ അടുത്ത സാധനം ഇത് 1 2. ഓക്കെ. 9.94. എത്ര തരുന്നത്? നോ ചേഞ്ച് റൈറ്റ്? ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ. ചേഞ്ച് ഉണ്ട് അല്ലേ? 46 കൊടുക്കാനുള്ളൂ അല്ലേ? സെൻറ്റാണ് കേസ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം എപ്പോൾ ഈ സെൻറ്റ് തെറ്റിപ്പോകുന്നുണ്ട് ഗായ്സ്. ഓക്കെ. സോ 10 സെൻറ്റ് 20 സെൻറ്റ് 46 അപ്പോൾ നമുക്ക് ഒരു ഇത് കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് 5 ഒരു അവിടെ കൊടുത്തിട്ട് 6. നമ്മളങ്ങനെ ഫൈനലി 6 കൊടുത്ത് എൻറ്റർ ചെയ്യുന്നു. ഓക്കെ. ആള് വരുന്നുണ്ട്. ഓക്കെ. കാലിയായില്ലല്ലോ സാധനങ്ങൾ. ഓക്കെ. മറ്റേ പാസ്ത കഴിയാനായി തോന്നുന്നല്ലേ? പാസ്ത ഓർഡർ ചെയ്യാം. ഗൈസ്, പാസ്ത ഒക്കെ അത്യാവശ്യം തീരാനായിട്ടുണ്ട്. ഇതും ബ്രെഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പാസ്ത തീരാനായി ഗൈസ്. അത് കൂടുതലും കൂടുതലും വാങ്ങുന്നതാണ്. നമുക്ക് ഓർഡർ ചെയ്യണം ഗൈസ്. ഓക്കെ. ഓ സന്ധ്യടാ, രാത്രി നൈറ്റായി. ഓക്കെ. സോ നമുക്ക് ഇതാക്കാം. ക്യാഷ് ഇടുക. എത്ര? 6. എത്ര കൊടുക്കണം? 14. എൻറ്റർ. ഓക്കെ. അടുത്ത സാധനം വരൂ. യെസ്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര? $4 അല്ലേ? $4 നമുക്ക് കൊടുക്കാനുള്ളത് ഗൈസ്. ഓക്കെ. അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ വരില്ല തോന്നുന്നില്ലേ? സാധനം ഓർഡർ ചെയ്യാമല്ലേ? ഞങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്തേക്കല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ സാധനം ഓർഡർ ചെയ്ത് വെക്കാം. ഇതൊന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ. അത് രണ്ടും നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ. സോ ഓക്കെ. കൗണ്ടറിൽ ആൾ വന്ന് സാധനം മോഷ്ടിച്ച് കൊണ്ടുപോയി. നമ്മളവിടെ സാധനം ഓർഡർ ആക്കിയ ലൈറ്റ് അതന്നെ ലൈറ്റ് ഇല്ലാത്ത ഇവിടെ. നമ്മൾ ലൈറ്റ് ഉണ്ടായിട്ട് കേസ് വെറുതെ അല്ല. നമുക്ക് ലൈറ്റ് ഉണ്ടായിട്ടാണ് ഞാൻ കേസ് ഇവിടെ. എന്ത് കേസ്. ഓക്കെ. കാർഡ് അങ്ങനെ കേസ്. ഇവിടെ ഒരു ഇങ്ങനെ ഇരുട്ട് കാണലില്ല കേസ്. അതാണ് സംഭവം. 98. അടിയുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലേറ്റ്. നമ്മളത് സാധനം കൊണ്ടുവയ്ക്കണം. ഇങ്ങോട്ടേക്ക് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. 2 സാധനം നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സാധനം ഉണ്ട്. കുറച്ച് നല്ല വില കൂടിയൊരു സാധനം ഉണ്ട് കേസ്. അത് നമുക്ക് ഓർഡർ ചെയ്യണം കേസ്. അത് നല്ല വില സാധനമാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ നല്ല ഇതായിട്ടുണ്ട്. സോ നമുക്ക് ഏറ്റവും വില കൂടിയ സാധനമാണ് കേസ്. ഈ ഒരു മാർക്കറ്റിങ്ങിൽ തന്നെ എന്താ പറയുക, ഏറ്റവും വില കൂടിയൊരു സാധനമാണത്. സോ അതെന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തൊരു സാധനമാണ് കേസ്. അതെനിക്ക് വാങ്ങണം കേസ്. ഓക്കെ. സോ സാധനങ്ങളൊക്കെ കഴിയാനായി കേസ്. മറ്റേ സാധനം കഴിഞ്ഞിട്ടാണ് നമുക്ക് വെക്കണം കേസ്. പാസ്ത പാസ്ത അല്ലേ കേസ്? യെസ്, പാസ്ത കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടയ്ക്കടാ സ്ഥല അവിടെ മറ്റേ പാസ്ത കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. സോ എത്ര കാർഡ് എത്ര? 9.54. സോ ബില്ലടിയുന്നുണ്ട്. ഓക്കെ. അടുത്തെന്താണ്? ഇപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ. സോ എന്താണ്? ക്യാഷ് എത്ര തന്നെ? നോ ചേഞ്ച്. അടുത്ത സാധനം പറയൂ. ഈ സാധനങ്ങളൊക്കെ തീരും കേട്ടോ. അപ്പം
ഓക്കെ, ക്ലോസിങ് ടൈം നമുക്ക് ആയിട്ടില്ല. നമുക്ക് $3 കൊടുക്കണം. $3 കൊടുത്ത് ക്ലോസിങ് ടൈം ആയോ? അല്ലല്ലേ, ആളുകൾ ഇനി വരും കേസ്, നമ്മൾ ക്ലോസ് ചെയ്യില്ല. സോ ഇതങ്ങനെ നമ്മൾ $50 നമ്മൾ ഈ ഒരു മാർക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങനെ ഉണ്ടാക്കി കേസ്. $110 നമ്മൾ ഉണ്ടാക്കി കേസ്. യെസ്, ആൻഡ് 68 cents ഓൾസോ കേസ്. നമ്മൾ $50 നമ്മൾ ഇത്രയും സാധനം മേടിച്ച് ഇങ്ങനെ നമ്മൾ നടത്തിയ കേസ്. യാ കേസ്. ഓക്കെ, 94 തിരിച്ചു കൊടുക്കണം അല്ലേ? യാ ബ്രദർ. ഫോർ. ഓക്കെ, നമ്മളെ പാസ്ത കഴിഞ്ഞിട്ട് അത് നമുക്ക് വെക്കണം. നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം നമുക്ക് ആ ഒരു സാധനം നമുക്ക് വെക്കണമെങ്കിൽ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യേണ്ടി വരും. ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയി തോന്നുന്നില്ലേ? നമുക്ക് ഏതായാലും സംഭവം സെറ്റാക്കാം. ഈ സാധനം കഴിഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ. ഈ പാസ്ത പറ്റ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് നമുക്ക് റീലോഡ് ചെയ്യാം കേസൊക്കെ. റീലോഡല്ല, എന്താ ചെയ്യുക, റീസ്റ്റോക്ക് ചെയ്ത് എന്താ റീലോഡ് ചെയ്യാനെന്ത് കണ്ണോ? റീസ്റ്റോക്ക് ചെയ്യാം നമുക്ക് വീണ്ടും. സോ ബോക്സ് നമുക്ക് ഇവിടെ തന്നെ വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഈ സ്റ്റോറേജ് റൂമൊക്കെ കിട്ടും. നമുക്ക് അപ്ഗ്രേഡ് ആയാലും കിട്ടുള്ളൂ. ഇതിനൊക്കെ എത്രയോ ലൈക്ക് ദിവസങ്ങളുണ്ട്. നമ്മൾ ഇത്ര ദിവസം നമുക്ക് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ദിവസം. യാ ഗൈസ്, ഓക്കെ. സോ അങ്ങനെ ഉണ്ട്. സോ നമുക്കിത് ഇവിടെ ഏതായാലും ബോക്സ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു സാധനം നിറയ്ക്കല്ലേ ഗൈസ്? എല്ലാം നിറയ്ക്കുക ഗൈസ്, നമുക്ക് നിറച്ചേക്കാം. പിന്നെ നമുക്ക് ഇതാക്കുമ്പോൾ ഓക്കെ. സോ ഈ ഒരു സാധനം നിറച്ച് വെക്കാം. നമുക്ക് അടുത്ത സാധനം ഓർഡർ ചെയ്യാം. യെസ്, സാധനം പിന്നൊക്കെ അപ്ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. സോ ഇപ്പം ഞാൻ ഇപ്പം എത്ര സാധനം, നമുക്ക് എല്ലാ സാധനവും ഓർഡർ ചെയ്യല്ലേ? ബ്രെഡ് ഉണ്ട്, ബ്രെഡ് പ്രശ്നമില്ല. ഇതും കഴിഞ്ഞിട്ടില്ല. ഈ സാധനം കഴിഞ്ഞില്ലേ? അത് നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മൾ ആ ഒരു ഏറ്റവും ലൈക്ക് നല്ല വില കൂടിയൊരു സാധനങ്ങളുണ്ടല്ലോ, നമുക്കിതിൽ ഫർണിച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫർണിച്ചർക്ക് നല്ല വിലയാണ്. ഫർണിച്ചറൊന്നും നമുക്കിപ്പം വേണ്ട. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഫർണിച്ചറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് വലിയ ഫർണിച്ചർ ആവശ്യമില്ല. ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.99 ലൈക്ക് അൺലോക്ക് ടു ഗെറ്റ് ദ പെയിൻറ്റ് ആൻഡ് ഫ്ലോർ ഫീച്ചേഴ്സ്. അത് വേണ്ട കേസ്, നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ ഓർഡർ ചെയ്യാം? നമ്മൾ ഈ വില കൂടിയ സാധനം ഇതാണ് നമ്മുടെ ആ ഒരു വില കൂടിയ സാധനം കേസ്. നമ്മളങ്ങനെ ഓർഡർ ചെയ്യാൻ പോകുന്നു. $49 ഹലാസ്. $49 നമ്മളങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്നു. പർച്ചേസ് ആയില്ലല്ലോ. ഓക്കെ, സോ നമ്മൾ ഷോപ്പ് ഓക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വാങ്ങാനായിട്ടില്ല, ക്ലോസ്ഡ് ആണ് സംഭവം. മാർക്കറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. യെസ്, യാ. പിന്നെന്താ നമുക്കിതിൽ ലൈക്ക് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? നമുക്ക് ലൈസൻസ് ഇതൊക്കെ നമുക്ക് വിൽക്കണമെങ്കിൽ ലൈക്ക് ബോട്ടിൽ വാട്ടർ, ചീസ്, കോഫി, ഡാർക്ക് റോസ്റ്റ്, എഗ്സ് കാര്യങ്ങൾ, ഇതിന് $200 സോ ഇതിന് ഇപ്പം പൈസ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റിക്വയർഡ് സ്റ്റോർ ലെവൽ 3 ആണ്. ഇപ്പം നമ്മൾ 2 ലെവലാണ്. അപ്പോൾ ഇപ്പം ഇതിലെന്തൊക്കെയാണ്? എഗ്സ് ഉണ്ട്, മിൽക്ക്, ടീ, ബ്ലാക്ക്, അങ്ങനെ എല്ലാം നമുക്ക് ഇതൊക്കെ. അതിനൊക്കെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സ്റ്റോറേജ് നോക്കുകയാണ്, സ്റ്റോറേജ് ലോക്ക്ഡ് ആണ്. സോ വേണ്ട. ഹയറിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാഷ്യർ 1 ഒക്കെ 10 ലെവൽ നമുക്ക് അതിനൊക്കെ ലെവൽസ് ഉണ്ട്. യെസ്, ബില്ല് ഒന്നുമില്ലല്ലോ. ആർ പെയ്ഡ് ആണ്. സോ ഓക്കെ, ആർ പെയ്ഡ് ആണ്. ഇപ്പം എത്ര സമയം എന്താ ഇപ്പം നമ്മൾ ചെയ്യേണ്ടി? ക്ലോസിൽ എത്ര പ്രോഫിറ്റ് ഈസ് ബാലൻസ്? വാവ്, ഓഗസ്റ്റ് ലോങ് വീഡിയോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇത് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓക്കെ.
സാധനം നേരെ ഫില്ല് ചെയ്തിട്ട് അത് കൊണ്ടുവയ്ക്കാം. ഒരു സ്റ്റോർ റൂം എന്തായാലും വേണം, എന്നാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതിൽ ഇതാക്കാനുള്ളൂ. അങ്ങനത്തെ ഒരു റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ലെവൽ അപ്പായി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്റ്റോറേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു റൂമായിരിക്കും നമുക്ക് കിട്ടുക സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ അതിൻ്റെ ഒരു ഡോറാണ് ഈ ഒരു ഡോറ് കേസ്. ഓക്കെ, അത് ലോക്ക്ഡാണ്. സോ നമുക്ക് ഇത് എന്തായാലും ഇപ്പോൾ ഫില്ലാക്കിയിട്ട് നമുക്ക് വേണ്ട നേരെ ഇതാക്കാം. നമുക്ക് പ്രൈസൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഇത് നല്ല വിലയുള്ള സാധനം കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് എത്ര? 5. ഇതുണ്ട്, നല്ല വിലയുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതിന് 7 വെക്കാം. ഗൈസ്, ദിസ് ഈസ് ടു കോസ്റ്റ്ലി സാധനം ഗൈസ്. അപ്പോൾ ഏതായാലും ഗൈസ് ഓക്കെ, ലോങ് വീഡിയോ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. സോ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ അടുത്തൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. പിന്നെ ഇത് മറക്കണ്ട ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ എന്ത് കണ്ടൻറ്റ് ഇടണം, അടുത്തൊരു വീഡിയോ എന്ത് വീഡിയോ ആയിരിക്കണം എന്നുള്ളത് മാക്സിമം കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോ എന്ത് ഇടണം എന്നുള്ളത്. സോ ഗൈസ് ബൈ ഗൈസ്, ടേക്ക് കെയർ.